നമസ്കാരം. മുഴുവൻ ബന്ദികളെയും ഹമാസ് കൈമാറണമെന്ന് ആവർത്തിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് വീണ്ടും പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ പൂർണ്ണ ശ്രദ്ധയോടെ തന്നെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. വെടിനിർത്തൽ കരാർ പ്രകാരം 3 ബന്ദികളുടെ കൈമാറ്റം ഇന്നുണ്ടാകുമെന്ന് തന്നെയാണ് അറിയിച്ചിരുന്നത്. രണ്ടാം വട്ട വെടിനിർത്തൽ കരാർ ചർച്ചയോടെ മുഖം തിരിച്ച് ഇസ്രായേൽ ഇപ്പോൾ രംഗത്തെത്തുകയാണ്. ട്രംപിന്റെ ഗസ പദ്ധതിക്ക് ബദൽ നിർദ്ദേശം സമർപ്പിക്കാൻ ഒരുങ്ങി അറബ് രാജ്യങ്ങൾ കൂടി എത്തുന്നു. എല്ലാ ബന്ദികളെയും കൈമാറണമെന്ന് ഹമാസ് തയ്യാറാകണമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തി. ബന്ദികളോടുള്ള ഹമാസ് പെരുമാറ്റം തികച്ചും മോശമാണെന്നും ട്രംപ് പ്രതികരിച്ചു. ഇന്ന് ഉച്ചയോടെ എല്ലാ ബന്ദികളെയും വിട്ടയച്ചില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് ട്രംപ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതേസമയം ഇന്ന് കാലത്ത് പ്രാദേശിക സമയം 9:30 തന്നെ കരാർ പ്രകാരം തന്നെ ബന്ദികളെ കൈമാറുമെന്ന് ഹമാസ് തീരുമാനമുണ്ട്. ഇവരുടെ പേര് വിവരങ്ങൾ ഹമാസ് പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിന് അനുപാതികമായി തന്നെ ഇപ്പോൾ ഫലസ്തീൻ തടവുകാരെ ഇസ്രായേലും വിട്ടയച്ചേക്കും. അടുത്ത ആഴ്ച കൂടി കാത്തിരുന്ന് മാത്രം മതി തുടർ നടപടികൾ എന്നാണ് പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ തീരുമാനമെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാം വട്ട ചർച്ചയോടെ ഇസ്രായേൽ ഇനിയും താല്പര്യം കാണിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്തും ഖത്തറും നടത്തിയ നീക്കങ്ങളുടെ വിജയം കണ്ടിട്ടില്ല. ഗസയിലേക്ക് മൊബൈൽ വീടുകൾ, കൂറ്റൻ യന്ത്ര സാമഗ്രികളൊക്കെ തന്നെയും കൈമാറണമെന്ന ആവശ്യം ഇസ്രായേൽ അനുവദിച്ചില്ല. അമേരിക്കൻ പിന്തുണയോടെ ഗസയിൽ ഹമാസ് ഭരണം ഇല്ലായ്മ ചെയ്യാനുള്ള തന്ത്രങ്ങളാണ് ഇസ്രായേൽ ആവിഷ്കരിക്കുന്നതെന്ന് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫലസ്തീനുകളെ പുറന്തള്ളി ഗസ ഏറ്റെടുക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനവും സമ്മർദ്ദങ്ങളിലേക്കും അറബ് രാജ്യങ്ങളെ കൂടുതൽ പ്രതിസന്ധിയിലുമാക്കി. ട്രംപിന്റെ പദ്ധതിക്ക് ബദൽ നിർദ്ദേശം സമർപ്പിക്കാൻ അറബ് നേതാക്കൾ വ്യാഴാഴ്ച സൗദി തലസ്ഥാനമായ റിയാദിൽ യോഗം ചേരും. ഹമാസ് ഗസയുടെ അധികാരം വിടുകയും ഫലസ്തീനികളെ പുറന്തള്ളാതെ ഗസയുടെ പുനർനിർമ്മാണം നടത്തുകയും വേണമെന്നാണ് അറബ് ലീഗ് മുന്നോട്ട് വയ്ക്കുന്ന ബദൽ നിർദ്ദേശമെന്നാണ് സൂചന. ഗസയിൽ കുട്ടികളുടെ ജീവിതം നരകതുല്യമായി തുടരുകയാണെന്ന് യുനിസെഫ് ചൂണ്ടിക്കാട്ടി. വെടിനിർത്തൽ കരാർ പ്രകാരം അടുത്ത ഘട്ടം ബന്ദികളെ നാളെ മോചിപ്പിക്കുമെന്നും ഹമാസ് പ്രഖ്യാപിച്ചതോടെ ഗസയ്ക്ക് നേരെയുള്ള യുദ്ധഭീതി ഒഴിയുകയാണ്. ബന്ദികളിലെ 6 അമേരിക്കൻ വംശജരെയും ഹമാസ് ഉടൻ മോചിപ്പിച്ചേക്കുമെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗസ പദ്ധതിയിൽ നിന്ന് ഡൊണാൾഡ് ട്രംപ് പിന്മാറണമെന്നാവശ്യപ്പെട്ട് 143 ഡെമോക്രാറ്റിക് പ്രതിനിധികളാണ് അമേരിക്കയിലെ ജൂത വിഭാഗം രംഗത്തെത്തിയത്. വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാക്കാൻ എല്ലാ തടസ്സമാക്കാനും എല്ലാ കാര്യങ്ങളും നീക്കുമെന്നും മധ്യസ്ഥരായ ഈജിപ്തും ഖത്തറും ഉറപ്പു നൽകിയതോടെയാണ് നേരത്തെയുള്ള ധാരണ പ്രകാരം അടുത്ത ഘട്ടം ബന്ദികളെ നാളെ മോചിപ്പിക്കാൻ തന്നെ ഹമാസ് തീരുമാനിച്ചത്. ശനിയാഴ്ച 3 ബന്ദികളെയാകും വിട്ടയക്കുക എന്ന് പറഞ്ഞിരുന്നു. ശനിയാഴ്ച ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ ഗസയിൽ വീണ്ടും ആക്രമണം തുടങ്ങുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചത് ആശങ്കയ്ക്കിടയാക്കിയിരുന്നു. എല്ലാ ബന്ദികളെയും നാളെയേക്ക് വിട്ടയച്ചില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് താക്കീത് ചെയ്തിരുന്നത്. തങ്ങളുടെ പിടിയിലുള്ള ബന്ദികളിൽ 6 US വംശജരെ ഹമാസ് മോചിപ്പിച്ചേക്കുമെന്നാണ് അമേരിക്കൻ ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഹമാസ് ഇത് സ്ഥിരീകരിച്ചിട്ടില്ല.